അസാധാരണ സാഹചര്യങ്ങളിൽ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കാൻ പോലീസ് ചട്ടങ്ങൾ അനുശാസിക്കുന്നുണ്ടെന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. ഡൽഹിയിൽ നടന്ന നീറ്റ് വിരുദ്ധ സമരത്തിന് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിനെതിരെയുള്ള ഹർജി പരിഗണിക്കവെയാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂലൈ 20-ന് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ സൻസദ് ചലോ മാർച്ചിനിടെ ദ്രുതകർമ്മ സേനയുടെ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ പ്രശാന്ത് കുമാർ സിംഗ്, ഷെയ്ഖ് ഇർഷാദ് മൻസൂർ എന്നിവർക്കും മുൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷനും IB മുൻ സ്പെഷ്യൽ ഡയറക്ടറുമായ യശോവർദ്ധൻ ആസാദിനും വേണ്ടിയുള്ള ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മാല്യ ബാഗ്ചി, ജസ്റ്റിസ് V മോഹന എന്നിവരടങ്ങിയ ബെഞ്ച് പരിഗണിച്ചത്. ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക വൃന്ദ ഗ്രോവറിനോടാണ് അസാധാരണ സാഹചര്യങ്ങളിൽ ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കാൻ പോലീസ് ചട്ടങ്ങളിൽ വ്യവസ്ഥയുണ്ടെന്ന് ജസ്റ്റിസ് ബാഗ്ചി ചൂണ്ടിക്കാട്ടിയത്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് നിരോധിക്കണമെന്ന ആവശ്യം നിലവിലെ ചട്ടങ്ങളെ ചോദ്യം ചെയ്യാതെ ഉന്നയിക്കുന്നത് അവ്യക്തമാണെന്നും അതിനാൽ ഈ ചട്ടങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി തിരുത്തി നൽകാനും കോടതി നിർദ്ദേശിച്ചു. റബ്ബർ, പ്ലാസ്റ്റിക് പെല്ലറ്റുകൾക്ക് പകരം ശരീരത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ലോഹ പെല്ലറ്റുകളാണ് പോലീസ് ഉപയോഗിച്ചതെന്നും ഇതുമായി ബന്ധപ്പെട്ട ആയുധ വിവരങ്ങളടങ്ങിയ രേഖകൾ സംരക്ഷിക്കാൻ ഉത്തരവിടണമെന്നും വൃന്ദ ഗ്രോവർ കോടതിയോട് അഭ്യർത്ഥിച്ചു. ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഡൽഹി പോലീസിനോട് എന്തെങ്കിലും പ്രത്യേക അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രം കോടതിയെ രേഖാമൂലം അറിയിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. അതേസമയം ജൂലൈ 20-ലെ പ്രതിഷേധത്തിൽ പോലീസ് തികഞ്ഞ സംയമനമാണ് പാലിച്ചതെന്നും യാതൊരുവിധ വെടിവയ്പും അവിടെ നടന്നിട്ടില്ലെന്നും കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ വിശദീകരിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് വെടിവെക്കാൻ നിർദ്ദേശം നൽകിയതെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. വെടിവയ്പ് നടന്നിട്ടില്ലാത്തതിനാൽ ആരും ഉത്തരവിട്ടിട്ടില്ലെന്നും അത്തരം സാഹചര്യങ്ങളിൽ ഫയറിംഗ് ഓർഡർ നൽകേണ്ടത് മജിസ്ട്രേറ്റ് ആണെന്നും അല്ലാതെ മന്ത്രിമാരല്ലെന്നും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.